ഞാൻ ശാന്ത വിജയ്. ചില ആളുകളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാറുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും വന്നു ചേരാറുണ്ട്. അപ്പം അത് നമ്മൾ ജാതകത്തിൻ്റെ ചില ഭാവങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ എപ്പോഴും എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണ്, അത് നല്ല കാര്യമാണ്, അത് സംഭവിക്കട്ടെ. പക്ഷേ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ നേരിടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ജാതകത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്കതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കുന്നത് കൊണ്ട് നമുക്കതിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരാൾ വളരെ നന്നായിരുന്ന ഒരു ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഒരു ബിസിനസ്സിലേക്ക് പോയി വളരെ നഷ്ടങ്ങളിലേക്ക് വന്നു ഭവിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ജാതകം ഞാൻ പരിശോധിച്ചെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബുധദശ, ബുധൻ്റെ ഒരു പീരീഡിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞിരുന്ന പോലെ ബുധദശയാണ് ബിസിനസ്സിന് നല്ലതാണ് എന്ന്, അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ബുധൻ വിവേകത്തിൻ്റെ ഗ്രഹമാണ്, ബുദ്ധിയുടെ ഗ്രഹമാണ്, വാക്കിൻ്റെ ഗ്രഹമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമാണ്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഏതെങ്കിലും ഒരു തമോ ഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ അതിനേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് മാറും. അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ചൊവ്വയുടെയും ശനിയുടെയും കൂടെയായിരുന്നു ബുധൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവേക ബുദ്ധിയെ അത് വളരെ മോശമായിട്ട് സ്വാധീനിച്ചു. അതായത് നമ്മൾക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്ന ഗ്രഹം ബുധനാണ്. അനലൈസ് ചെയ്ത് ഏത് സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള വിവേകം കൊടുക്കുന്ന ഗ്രഹം ബുധനാണ്. അതാണ് നമ്മൾ രംഗേണിതത്തിൻ്റെ ഗ്രഹമാണ് ബുധൻ എന്ന് പറയാറുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കണക്കെന്ന് പറയുന്നത് ഭൗതിക ജീവിതവുമായിട്ട് നമ്മളെ ഏറ്റവും ചേർത്ത് നിർത്തുന്ന ഒരു ഗ്രഹം തന്നെയാണ് ബുധൻ. ഇപ്പോൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഏത് തരത്തിൽ ജീവിക്കണം എന്നുള്ള കണക്കാണ് ബുധൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം എന്താണോ നമ്മൾ ലോകത്തിന് കൊടുക്കുന്നത് അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടായാലും നമ്മളുടെ ചിന്തകൾ കൊണ്ടായാലും നമ്മളുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കഴിവ് കൊണ്ടായാലും അത് കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ നേടിയെടുക്കുക, അത് ഒരു ബുധൻ്റെ ഒരു പ്രത്യേക ബുദ്ധിയാണ്. ബുധൻ നന്നായിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, അവസരങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള കഴിവുണ്ടായിരിക്കും. അതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും സൂര്യൻ്റെ അടുത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. സൂര്യൻ്റെ പ്രഭാവമൊക്കെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. പക്ഷേ ആ ഗ്രഹം മോശമായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകൾ ആലോചിക്കാതെ ബിസിനസ്സിലേക്കൊക്കെ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അത് നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടാക്കും. അതേപോലെ ഈ ബുധൻ്റെ ദശകാലം ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമാണ്. ഇപ്പോഴും കുട്ടികൾ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അമ്മമാർ ചോദിക്കുമോ ബുധദശയാണല്ലേ, നന്നായി പഠിക്കുന്നുണ്ട്. ചിലർ പറയും ബുധദശയായിട്ടും അവനൊന്നും പഠിക്കുന്നില്ല. അങ്ങനെയുള്ള ജാതകങ്ങളിൽ ബുധന് ഇതുപോലുള്ള അഫ്ലിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസിയാണ് ബുധൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാനുള്ള ഉചിതമായ ബുദ്ധിയെയാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് പഠിക്കാൻ അലസത വരും, അല്ലെങ്കിൽ അവരുടെ ചിന്തകളാണ് ശരി എന്നവർ ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളവർ പറയുന്നതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ ആ സമയത്ത് വിദ്യാഭ്യാസ സമയത്ത് കണ്ടെത്തിയാൽ നമ്മൾ അവർക്ക് ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിക്കത്തക്ക രീതിയിൽ ഉള്ള കളികളോ കായിക വിനോദങ്ങളോ യോഗയോ പ്രാണായാമോ ഒക്കെ അവരെ ശീലിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ അതനുസരിച്ചുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക, അല്ലെങ്കിൽ ചാൻറ്റിങ് ഒക്കെ അവർക്ക് നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പഠിക്കാനുള്ള തടസ്സം അല്ലെങ്കിൽ അലസതയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്.